മലയാളത്തിലെ റിയൽ ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് വന്ന ചില ക്രൈം സിനിമകളെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഇത് അതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ വെൽക്കം ടു ഫിൽമി ടോക്സ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഒരു CBI ഡയറി കുറിപ്പ്. 1983 ഏപ്രിൽ മാസം 23 നേരം വെളുത്തു വരുന്നതേ ഉള്ളൂ. എറണാകുളത്തെ പൊളക്കുളം ടൂറിസ്റ്റ് ഹോമാണ് ലൊക്കേഷൻ. അവിടുത്തെ പണിക്കാരനാണ് പീതാംബരൻ. പുള്ളി പതിവ് പോലെ മുകളിലത്തെ നിലയിൽ കയറി ടാങ്കിൽ വെള്ളമടിച്ച് മോട്ടറൊക്കെ ഓഫാക്കി. നേരം സ്റ്റൈലായി വെളുത്തു വരികയാണ്. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. പീതാംബരൻ മുകളിലത്തെ നിലയിൽ നിന്ന് നേരെ താഴേക്ക് വീണു. ശരീരത്തിന്റെ പുറകിൽ സാരമായി പരിക്കേറ്റ അയാൾ അവിടെ കിടന്നു തന്നെ മരണപ്പെട്ടു. വേറൊരു പണിക്കാരനും അയാളെ കൂടാതെ ഒരു പ്രൊബേഷണറി SIയും മാത്രമേ ആ സമയത്ത് ലോഡ്ജിൽ ഉണ്ടായിരുന്നുള്ളൂ. ശബ്ദവും നിലവിളിയും കേട്ട് അവര് ഓടിയെത്തി. മരിക്കുന്നതിന് മുൻപ് പീതാംബരൻ അവരോടായി ഒരു കാര്യം പറഞ്ഞു: അവർ എന്നെ കൊന്നു. പൊളകുളം നാരായണൻ എന്നൊരാളുടേതായിരുന്നു ആ ലോഡ്ജ്. നാരായണനാണ് കൊലപാതകിയെന്ന് നാട് മൊത്തം പരന്നു. അതോടെ കേസ് വലിയ വിവാദമായി. ലോക്കൽ പോലീസ് ആയിരുന്നു കേസ് അന്വേഷിച്ചത്. അവര് ഉറപ്പിച്ചു പറഞ്ഞത് പീതാംബരൻ കാലി തെന്നി വീണതാണ് എന്നാണ്. അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് പിന്നീട് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് പീതാംബരന്റെ വീട്ടിലെത്തി അന്വേഷണം നടത്തി. അവിടെ നിന്ന് മാനസിക രോഗ വിദഗ്ധന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. അവര് നേരെ ഡോക്ടറുടെ അടുത്തേക്ക് വച്ചു പിടിച്ചു. ഡോക്ടർ പറഞ്ഞത് പീതാംബരന് സൂയിസൈഡ് ടെൻഡൻസി ഉള്ളൊരു രോഗമായിരുന്നു എന്നാണ്. അതോടെ പീതാംബരന്റെ മരണം സൂയിസൈഡ് തന്നെയെന്ന് ക്രൈംബ്രാഞ്ച് വിധി എഴുതി. അപ്പോൾ അവരെന്നെ കൊന്നു എന്ന് പീതാംബരൻ പറഞ്ഞതോ? അവർ എന്ന് പീതാംബരൻ ഉദ്ദേശിച്ചത് സൊസൈറ്റിയെ ആകാം. കാരണം സൊസൈറ്റി ഒരു ആണല്ലോ. അങ്ങനെ അന്വേഷണ സംഘം കേസ് അങ്ങനെ അങ്ങ് അവസാനിപ്പിച്ചു. പക്ഷെ കാര്യങ്ങൾ അവിടെ നിന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സംഭവം വീണ്ടും വഷളായി. അത് ഒരു കൊലപാതകം തന്നെ ആണെന്നും കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും പലരും പല ഭാഗത്തു നിന്നും പറഞ്ഞു. അതിന് കാരണവുമുണ്ട്. ഈ ടൂറിസ്റ്റ് ഹോമിന്റെ ഓണറായ നാരായണന് കുറേ ശത്രുക്കളുണ്ട്. അവരാണ് പുള്ളി തന്നെയാണ് പ്രതിയെന്നും കേസ് വീണ്ടും അന്വേഷിക്കണമെന്നും നിലവിളി കൂട്ടിയത്. ഒടുവിൽ അത് ഫലം കണ്ടു. കേസ് CBI അന്വേഷിക്കാൻ തീരുമാനമായി. Mr. Sedu, you are deputed for the inquiry of the Omanas case. Thank you, sir. Mr. Sedramayar. CBI ഉദ്യോഗസ്ഥനായ രാധാ വിനോദ് രാജുവിനായിരുന്നു അന്വേഷണത്തിന്റെ മുഴുവൻ ചുമതലയും. പിന്നെ കേരളം കാണുന്നത് അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയ അന്വേഷണ രീതികളായിരുന്നു. അവരുടെ ഡമ്മി പരീക്ഷണവും പോളിഗ്രാഫ് ടെസ്റ്റുമൊക്കെ കേരളം അത്ഭുതത്തോടെ അന്തം വിട്ടു നോക്കിയിരുന്നു. അങ്ങനെ ഒരു വർഷം നീണ്ടുനിന്ന അന്വേഷണത്തിനൊടുവിൽ ടൂറിസ്റ്റ് ഹോമിന്റെ ഓണറായ നാരായണന്റെ തന്നെ കൈകളിൽ വിലങ്ങു വീണു. കഥ അവിടെയും തീരുന്നില്ല. നാരായണൻ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോയി. രാംജത്ത് മലാനി ആയിരുന്നു അന്ന് നാരായണനായി വാദിച്ചത്. പുള്ളി അന്ന് ഭയങ്കര ഫേമസ് ആയ ഒരു വക്കീലാണ്. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ സുപ്രീം കോടതി നാരായണനെ വെറുതെ വിട്ടു. ഈ റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തിട്ടാണ് SN സ്വാമി ഒരു CBI ഡയറി കുറിപ്പ് എന്ന സിനിമ എഴുതുന്നത്. 1988 മമ്മൂട്ടിയെ നായകനാക്കി K. മധു അത് സംവിധാനം ചെയ്തു. സിനിമ വൻ ഹിറ്റായി മാറി. ശരിക്കുള്ള കഥയിൽ നിന്ന് സിനിമയിലേക്ക് വന്നപ്പോൾ ഉണ്ടായ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, സിനിമയിൽ CBI ശരിക്കും പ്രതിയെ അങ്ങ് പൂട്ടി. പക്ഷേ ശരിക്കുള്ള സംഭവത്തിൽ CBI പ്രതിയെ പിടിക്കാൻ പറ്റാതെ ചമ്മി നാണം കെട്ടു. മോർച്ചറി കുറച്ച് പഴയ ഒരു സംഭവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കുറച്ച് പിള്ളേർ ചേർന്ന് ഒരു ബെറ്റ് വെച്ചു. ഒരു രസത്തിന്. സംഭവം വളരെ സിമ്പിളാണ്. നട്ടപ്പാതിരാത്രി 12 മണിക്ക് കോളേജിലെ മോർച്ചറിയിൽ ഒറ്റയ്ക്ക് ചെല്ലണം. അതേ പറഞ്ഞല്ലോ, സംഭവം വെറും ഒരു രസത്തിനാണ്. പറഞ്ഞ് ഒടുക്കം ധൈര്യത്തെ വരെ ചോദ്യം ചെയ്തപ്പോൾ ബെറ്റ് വെച്ച ആൾ കയറി അങ്ങ് സീരിയസ് ആയി അതങ്ങ് ഏറ്റെടുത്തു. പക്ഷെ വെറുതെ മോർച്ചറിയിൽ പോയി വന്നാൽ മാത്രം പോരാ. മോർച്ചറിയിലുള്ള ബോഡികളിൽ ഏതെങ്കിലും ഒന്നിന്റെ ചുണ്ടിൽ ഒരു സിഗരറ്റ് വെച്ചിട്ടുണ്ടാകും. മോർച്ചറിയിൽ കയറി എന്നതിന് തെളിവായി പോയി വരുമ്പോൾ ഈ ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ വെച്ച സിഗരറ്റും എടുത്തുകൊണ്ട് വേണം പോയയാള് തിരികെ വരാൻ. നല്ല രസമുള്ള കളിയല്ലേ? രാത്രിയായി. സമയം ഏതാണ്ട് 12 മണി. ബെറ്റ് വെച്ചയാൾ ആരും കാണാതെ പതിയെ മോർച്ചറി ലക്ഷ്യമാക്കി നടന്നു. പുറത്ത് സെക്യൂരിറ്റി നല്ല ഉറക്കത്തിലാണ്. അതങ്ങനെ അല്ലെന്നും പുള്ളിയെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് അവിടെ നിന്ന് മാറ്റിയതാണെന്നും ഒരു കഥ ഏറലുണ്ട്. വളരെ സൈലൻ്റായി ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ താക്കോല് കൊണ്ട് മോർച്ചറി തുറന്ന് പതിയെ അയാൾ അകത്തേക്ക് കയറി. ആ ദിവസം ആ മോർച്ചറിയിൽ ഉണ്ടായിരുന്നത് ആകെ 3 ഡെഡ് ബോഡികളാണ്. കയ്യിലുള്ള തീപ്പെട്ടി ഉരച്ച് കത്തിച്ച് ആ വെളിച്ചം കൊണ്ട് അയാൾ ഡെഡ് ബോഡികൾ ഓരോന്നോരോന്നായി പരിശോധിച്ചു. നേരത്തെ പറഞ്ഞു വെച്ചതുപോലെ തന്നെ ഒരു ഡെഡ് ബോഡിയുടെ ചുണ്ടിൽ ഒരു സിഗരറ്റ് ഇരിപ്പുണ്ട്. താൻ ബെറ്റിൽ ജയിക്കാൻ പോകുന്നു എന്നൊരു സന്തോഷത്തോടെയും അതിലേറെ ചെറിയൊരു ഭയത്തോടു കൂടി അയാൾ ആ സിഗരറ്റ് കുറ്റിക്ക് നേരെ കൈനീട്ടി. പെട്ടെന്നാണ് അയാൾ അത് ശ്രദ്ധിച്ചത്. ആ ബോഡി ചെറുതായി ഒന്ന് അനങ്ങി. അല്ല,
ചിലപ്പോൾ അത് തോന്നിയതാവാം. അയാൾ ഒന്നുകൂടെ ധൈര്യം സംഭരിച്ച് ആ സിഗരറ്റ് എടുക്കാൻ വീണ്ടും കൈ നീട്ടി. ഡെഡ് ബോഡിയുടെ ചുണ്ടുകൾ ഒന്നനങ്ങി. അയാൾ നോക്കി നിൽക്കെ പെട്ടെന്ന് ആ ചുണ്ടുകൾ വായിലിരുന്ന സിഗരറ്റ് അകത്തേക്ക് വിഴുങ്ങി. ഈ കണ്ട കാഴ്ച അയാൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. പേടിച്ചു വിറച്ച് അയാൾ നിലത്ത് വീണു. ശരീരം മരവിച്ചു. അവിടെ കിടന്ന് തന്നെ അയാൾ പിടഞ്ഞ് പിടഞ്ഞ് മരിച്ചു. കേരളത്തിലെ തന്നെ ആദ്യത്തെ സൂപ്പർ നാച്ചുറൽ കേസുകളിൽ ഒന്നായിരുന്നു ഈ മോർച്ചറി സംഭവം. 1977 കോട്ടയം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ വെച്ച് നടന്ന ഈ കൊലപാതക കേസ് അന്ന് പത്രങ്ങളൊക്കെ വലിയ ആഘോഷമായാണ് കണ്ടത്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. പോലീസിന് കേസ് തെളിയിക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. പോലീസ് പ്രതിയെ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. ആ ബെറ്റ് വെച്ചതിലെ രണ്ടാമൻ തന്നെ ആയിരുന്നു പ്രതി. വെറും ഒരു രസത്തിന് തൻ്റെ ഫ്രണ്ടിനെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി മോർച്ചറിയിൽ ആ ഡെഡ് ബോഡിയുടെ സ്ഥാനത്ത് കയറി കിടന്നത് അയാൾ തന്നെ ആയിരുന്നു. സിഗരറ്റ് എടുക്കാൻ വേണ്ടി വന്നതും അത് വായ്ക്കുള്ളിലേക്ക് വലിച്ച് വിഴുങ്ങിയതും അയാൾ തന്നെ ആയിരുന്നു. പക്ഷെ പുള്ളി ഇതിങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. എന്നാലും ചെയ്തത് കുറ്റം തന്നെയാണല്ലോ. അങ്ങനെ പോലീസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തു. ഈ സംഭവത്തെ ബേസ് ചെയ്തുകൊണ്ട് 1983 ബേബിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു മോർച്ചറി. VK പവിത്രനായിരുന്നു സിനിമയുടെ സ്ക്രിപ്റ്റ്. പ്രേം നസീറും മധുവും ശ്രീവിദ്യയും ശങ്കറും ദാമുവും ക്യാപ്റ്റൻ രാജുവും ഒക്കെയാണ് സിനിമയിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സിനിമ അന്ന് വലിയ ഹിറ്റായിരുന്നു. പിറവി. കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു പ്രൊഫസർ KM ബഹാവുദ്ദീൻ. തൻ്റെ കോളേജിലെ വിദ്യാർത്ഥികളെ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസ് കൊണ്ടുപോയ വിദ്യാർത്ഥികളുടെ അച്ഛനമ്മമാരെ പുള്ളി വിവരം അറിയിച്ചു. പോലീസ് ഇങ്ങനെ കൊണ്ടുപോയവരുടെ കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു രാജൻ. എറണാകുളത്ത് താമസിച്ചിരുന്ന രാജന്റെ അച്ഛൻ ഈച്ചര വാര്യർ കത്ത് കിട്ടി രാജനെ അന്വേഷിച്ച് വന്നെങ്കിലും രാജനെ കണ്ടെത്താനായില്ല. കത്തയച്ച പ്രിൻസിപ്പാളിനും അറിയില്ലായിരുന്നു രാജനെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന്. രാജനെ പോലീസ് പിടിക്കാൻ കാരണമായി അവർ പറയുന്നത് കായണ്ണ പോലീസ് സ്റ്റേഷന് നേരെ ഒരു നക്സലൈറ്റ് ആക്രമണം നടന്നിരുന്നു. അതിൽ രാജൻ എന്ന പേരിൽ ഒരാൾ ഉണ്ടായിരുന്നു. ആ രാജനാണ് ഈ രാജൻ എന്ന് കരുതിയാണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് എന്നാണ്. എന്നാൽ ആ പോലീസ് സ്റ്റേഷൻ ആക്രമണം നടക്കുന്ന സമയത്ത് രാജൻ ഉണ്ടായിരുന്നത് ഫറൂഖ് കോളേജിൽ നടന്നുകൊണ്ടിരുന്ന D-Zone കലോത്സവത്തിലായിരുന്നു. ഇതുകൂടാതെ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള മറ്റൊരു കാരണമായി പറയുന്നത് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന K കരുണാകരനെ അധിക്ഷേപിച്ചുകൊണ്ട് രാജൻ ഒരു പരിപാടിയിൽ പാട്ടുപാടിയെന്നും അതിനാണ് പോലീസ് പിടിച്ചത് എന്നുമാണ്. എന്തു തന്നെ ആയാലും രാജൻ പിന്നെ തിരിച്ചു വന്നില്ല. പോലീസിന്റെ ക്രൂരമർദ്ദനത്തിൽ രാജൻ കൊല്ലപ്പെട്ടു. രാജന്റെ ബോഡി പോലീസ് എന്ത് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും നിഗൂഢമായി തുടരുന്ന രഹസ്യമാണ്. രാജന്റെ അച്ഛൻ ഈച്ചര വാര്യരുടെ മകനെ കണ്ടെത്താനുള്ള തളരാത്ത പോരാട്ടങ്ങളാണ് രാജൻ കേസ് ജനശ്രദ്ധയിലേക്ക് എത്തിക്കുന്നത്. 1976 നടന്ന ഈ റിയൽ സംഭവങ്ങളെ ബേസ് ചെയ്ത് 1989 ഷാജി N കരുൺ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു പിറവി. മരിക്കുന്നവരെ സ്വന്തം മോനെ ഇത്രയും തീവ്രമായി കാത്തിരുന്ന ഒരു അച്ഛൻ ചരിത്രത്തിലോ കഥയിലോ ഇതുപോലെ വേറെ ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടിയ സിനിമയാണ് പിറവി. സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അച്ഛനായി അഭിനയിച്ച പ്രേംജിയുടെ പ്രകടനമാണ്. പുള്ളി അഭിനയിക്കുകയായിരുന്നില്ല, അവിടെ ജീവിക്കുക തന്നെയായിരുന്നു. നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും പുള്ളി ഈ ഒരൊറ്റ സിനിമയിലൂടെ നേടിയെടുത്തു. അത് പുള്ളി ഡിസർവ് ചെയ്യുന്നതാണ് താനും. എത്രയൊക്കെ നല്ല സിനിമയാണെന്ന് പറഞ്ഞാലും ഒരിക്കൽ കണ്ട പിന്നെ ആ സിനിമ കാണാൻ പറ്റില്ല. അത്രയ്ക്കും ഡെപ്താണ് ഈ ഒരു സിനിമയ്ക്ക്. സിനിമ കാണുന്നവരെ ഉറപ്പായും ഹോണ്ട് ചെയ്യും. അന്നത്തെ റീജിയണൽ കോളേജ് ഇന്ന് കോഴിക്കോട് NIT ആണ്. അവിടെ വർഷം തോറും രാജൻ അനുസ്മരണമായി രാഗം മേള നടത്താറുണ്ട്. മദ്രാസിലെ മോൻ. നമ്മൾ മലയാളികളുടെ ഒരു പൊതു സ്വഭാവമാണല്ലോ. ആയ കാലത്ത് വിദേശത്ത് പോയി പട്ടിപ്പണി എടുക്കുക, എന്നിട്ട് വയ്യാണ്ടാകുമ്പോൾ നാട്ടിലോട്ട് വന്ന് ഒറ്റയ്ക്കൊരു വലിയ വീടൊക്കെ ആയിട്ട് താമസിക്കുക എന്നുള്ളത്. അങ്ങനെ കുറെ കാലം കുവൈറ്റിൽ പണിയെടുത്തുണ്ടാക്കിയ പൈസയും കൊണ്ട് നാട്ടിലേക്ക് തിരിച്ചെത്തിയ ദമ്പതികളായിരുന്നു KC ജോർജും ഭാര്യയായ റേച്ചലും. ഇവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. കുറെ കാലത്തിന് ശേഷം നാട്ടിലേക്ക് വന്നതായതുകൊണ്ട് നാട്ടുകാരുമായും അത്ര നല്ലൊരു ബന്ധമൊന്നും ഇല്ല. ആ വലിയ വീട്ടിൽ അവർ ഒറ്റയ്ക്കായിരുന്നു. തിരുവല്ലയിലെ കരിക്കൻ വില്ല എന്ന വീട്ടിൽ അവർ ഏകാന്തവാസം നയിച്ചു പോന്നു. ബന്ധുക്കളും പരിചയക്കാരും ഇല്ലാതിരുന്ന ഇവർക്ക് ആകെ കൂട്ടായി ഉണ്ടായിരുന്നത് ഗൗരി എന്ന ഒരു ജോലിക്കാരി മാത്രമാണ്. എന്നത്തെയും പോലെ അന്നും നേരം വെളുത്തു. പതിവ് പോലെ 1980 ഒക്ടോബർ 6 ഗൗരി ജോലിക്കെത്തി. പക്ഷെ പതിവ് കാഴ്ചയല്ല ഗൗരി അന്ന് അവിടെ കണ്ടത്. കൊല്ലപ്പെട്ട ജോർജിനെയും റേച്ചലിനെയും കണ്ട് ഗൗരി ഞെട്ടി. കുത്തേറ്റ് നിലത്ത് കിടക്കുന്ന അവരെ കണ്ട് ഗൗരി പേടിച്ച് നിലവിളിച്ചു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. അന്വേഷണ സംഘത്തിന്റെ തലവനായിരുന്നു സിബി മാത്യൂസ്. ഈ കേസ് പുള്ളിയുടെ ഉറക്കം കെടുത്തി. ചോദ്യം ചെയ്തവരെ വീണ്ടും വീണ്ടും ചോദ്യം ചെയ്തു. അപ്പോഴാണ് ഗൗരി ആദ്യം പറയാതിരുന്ന ഒരു കാര്യം പോലീസിനോട് പറയുന്നത്. കൊലപാതകം നടക്കുന്നതിന് മുന്നേ 4 പേർ അവിടെ വന്നിരുന്നെന്നും ആ വന്നവരിൽ ഒരാൾ മദ്രാസിലെ മോനാണെന്ന് റേച്ചൽ പറഞ്ഞിരുന്നെന്നും ഗൗരി പറഞ്ഞു.
മദ്രാസിലെ മോൻ. സിബി മാത്യൂസ് മനസ്സിൽ ഒന്നുകൂടി അത് ആവർത്തിച്ചു. അങ്ങനെ ഗൗരിയുടെ വൈകി വന്ന മൊഴി കരിക്കൻ വില്ല കൊലക്കേസിന് ഒരു തുമ്പുണ്ടാക്കി കൊടുത്തു. ഫാമിലിയെ ബേസ് ചെയ്ത് നടന്ന അന്വേഷണത്തിൽ മരിച്ച ജോർജിന്റെ ഒരു ബന്ധു മദ്രാസിൽ പഠിക്കുന്നുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. അവന്റെ പേര് റെനി ജോർജ്. ആ യുവാവും മൗറീഷ്യസ് സ്വദേശി ഹസൻ ഗുലാം മുഹമ്മദ്, മലേഷ്യൻ സ്വദേശി ഗുണശേഖരൻ, കെനിയക്കാരനായ കിബ്ലോ ദാനിയൽ എന്നിവർ ഫ്രണ്ട്സ് സെറ്റപ്പിൽ നടത്തിയതാണ് കൊലപാതകമെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞു. ഈ സംഭവത്തെ ബേസ് ചെയ്ത് ജെ ശശികുമാർ 1982 സംവിധാനം ചെയ്ത സിനിമയാണ് മദ്രാസിലെ മോൻ. രവീന്ദ്രനും മോഹൻലാലും രവികുമാറും സംവിധായകൻ തമ്പി കണ്ണന്താനവും ഒക്കെ അഭിനയിച്ച സിനിമ ബോക്സ് ഓഫീസിലും അന്ന് വൻ വിജയമായിരുന്നു. കഥ ഇവിടെയും അവസാനിക്കുന്നില്ല. അങ്ങനെ സംഭവം സിനിമയായി മാറി, ഹിറ്റായി, കാലങ്ങൾ കഴിഞ്ഞുപോയി. ജയിലിലായിരുന്ന ഈ മദ്രാസിലെ മോൻ റെനി ജോർജ് ആ സമയത്ത് പരോളിലിറങ്ങിയ റെനി മദ്രാസിലെ മോൻ പ്രൊഡ്യൂസ് ചെയ്ത നിർമ്മാതാവിനെ തപ്പി അങ്ങ് ഇറങ്ങി. എന്റെ പേരിൽ സിനിമ എടുത്ത് അതുകൊണ്ട് പണം ഉണ്ടാക്കി നീയൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് അല്ലേടാ. റെനി ജോർജ് അയാളെ നേരിട്ട് കണ്ട് ഭീഷണിപ്പെടുത്തി. ഏതാണ്ട് 60,000 രൂപയാണ് റെനി ആ സമയത്ത് ഈ പ്രൊഡ്യൂസറെ ഭീഷണിപ്പെടുത്തി അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തത്. 60,000 എന്ന് പറയുമ്പോൾ അത് ഏത് കാലത്താണെന്ന് ഓർക്കണം. അന്നത്തെ 60,000 ഇന്നത്തെ വൻ തുകയാണ്. 5-ാം പാതിര. തിരുവനന്തപുരം നന്ദൻകോട് ബെയിൽസ് കോമ്പൗണ്ടിനാണ് ഡോക്ടർ ജീൻ പത്മ ദമ്പതിമാർ താമസിച്ചിരുന്നത്. സമയം നല്ല രാത്രി. പതിവില്ലാതെ ആ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നു. അന്തരീക്ഷത്തിൽ പടർന്ന പുക നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത് കണ്ട ആൾക്കാർ വീട്ടിലേക്ക് ഓടിച്ചെന്നു. അവരവിടെ കണ്ടത് 4 ബോഡികൾ കത്തിക്കരിയുന്നതാണ്. മരിച്ചിരിക്കുന്നത് രാജ തങ്കം, ജീൻ പത്മ, മകൾ കരോളിൻ, ബന്ധു ലളിത എന്നിവരാണ്. നാട്ടുകാർ അവരെ തിരിച്ചറിഞ്ഞു. മകനായ കേഡൽ ജിൻസണിനെ അവിടെ ആർക്കും കണ്ടെത്താനായില്ല. പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചു. കാണാതായ മകൻ തന്നെയാണ് കില്ലറെന്ന് പോലീസ് വിധിയെഴുതി. ഒളിവിലായ ജിൻസന് വേണ്ടിയുള്ള പോലീസ് അന്വേഷണം. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം ജിൻസൺ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. സ്പോട്ടിൽ തന്നെ പോലീസ് അവനെ പൊക്കി. എന്തിനാണ് നീ അവരെ കൊന്നത്? പോലീസ് ചോദിച്ചു. ജിൻസൺ പതുക്കെ പറഞ്ഞു, ആസ്ട്രൽ പ്രൊജക്ഷൻ. സംഭവം എന്താണെന്ന് ആദ്യ കേൾവിയിൽ പോലീസിന് കത്തിയില്ല. അതോടെ പോലീസ് ഒരു മനഃശാസ്ത്രജ്ഞനെ കൊണ്ടുവന്നു. അയാളിലൂടെ പോലീസും നമ്മളും അറിഞ്ഞത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. മരിച്ചതിന് ശേഷം എൻ്റെ ഫാമിലിയുടെ ആത്മാവ് ഹെവനിലേക്ക് പാറുന്നത് എനിക്ക് കാണണം. അതിനുവേണ്ടിയാണ് ഞാൻ അവരെയൊക്കെ കൊന്നത്. ഇങ്ങനെയാണ് അയാൾ മനഃശാസ്ത്രജ്ഞനോട് പറഞ്ഞത്. അതിനുവേണ്ടി ആദ്യം കൊന്നത് സ്വന്തം അമ്മയെയാണ്. കമ്പ്യൂട്ടറിൽ ഒരു പുതിയ ഗെയിം കണ്ടെത്തി എന്ന് പറഞ്ഞ് മകൻ അമ്മയെ അത് കാണിക്കാൻ മുറിയിലേക്ക് വിളിച്ചു. ഗെയിം കാണാൻ വന്ന അമ്മയെ മകൻ പുറകിൽ നിന്ന് മഴുവിന് വെട്ടി. ഇതേ രീതി തന്നെ മറ്റുള്ളവരെ കൊല്ലാനും അയാൾ ഫോളോ ചെയ്തു. എല്ലാവരെയും അന്ന് രാത്രിയോടെ തന്നെ അവൻ കൊന്നു. എന്നിട്ട് ഏതാണ്ട് 3 ദിവസത്തോളം അവൻ ആ ഡെഡ് ബോഡികളോടൊപ്പം ആ വീട്ടിൽ കഴിഞ്ഞു. വേലക്കാരിയോട് അവൻ പറഞ്ഞത് എല്ലാവരും ഒരു റിലേറ്റീവിന്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോയതാണ് എന്നാണ്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് പണിക്ക് വരണ്ട. 3 ദിവസം കഴിഞ്ഞതോടെ അവൻ ആ ബോഡികൾ കൂട്ടിയിട്ട് കത്തിച്ചു. അവൻ നാട് വിടുകയും ചെയ്തു. പിന്നെയും പോലീസിന്റെ ചോദ്യം ചെയ്യൽ തുടർന്നു. അതിൽ അവൻ മൊഴി മാറ്റി പറഞ്ഞു. വീട്ടിൽ തനിക്കൊരു സമാധാനവും ഇല്ലായിരുന്നു എന്നും വീട്ടുകാരെല്ലാം തന്നെ എപ്പോഴും അവഗണിക്കുമായിരുന്നു എന്നും അതുകൊണ്ടാണ് എല്ലാവരെയും കൊന്നത് എന്നും ജിൻസൺ പറഞ്ഞു. സ്കീസോഫ്രീനിയ എന്ന മാനസിക രോഗം ജിൻസൺ കേദലിനുണ്ടെന്ന് മനഃശാസ്ത്രജ്ഞർ പറഞ്ഞത് പ്രകാരം അയാളെ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. 2017 നടന്ന ഈ സംഭവം മിഥുൻ മാനുവൽ തോമസ് ചിത്രമായ 5-ാം പാതിര എന്ന സിനിമയിൽ പറയുന്നുണ്ട്. ഈ സിനിമയിൽ വരുന്ന സൈക്കോ സൈമൺ എന്ന കഥാപാത്രം ഈയൊരു റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്തുണ്ടാക്കിയ ഒരു ക്യാരക്ടർ ആയിരുന്നു. സിനിമയിലെ ശരിക്കുള്ള കില്ലറിനെക്കാളും പ്രേക്ഷകരെ ഹോണ്ട് ചെയ്തത് സൈക്കോ സൈമൺ ആയിരുന്നു. ഒരുത്തി. കരുണാകപ്പള്ളിയിലെ ഒരു കട. അവിടെ സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന സൗമ്യ. സമയം ഏതാണ്ട് വൈകുന്നേരമായി. തൻ്റെ ജോലിയൊക്കെ തീർത്ത് സമാധാനത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് സൗമ്യ. പണയം വെച്ചിരുന്ന അമ്മയുടെ മാല അതിന്ന് എടുത്തു. അമ്മ തൊഴിലുറപ്പിന് പോയി ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഇന്നത് എടുത്തത്. അതിപ്പോൾ സൗമ്യയുടെ കഴുത്തിലുണ്ട്. സ്കൂട്ടറിൽ വളരെ സാവധാനത്തിൽ രസം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറകിൽ ബൈക്കിൽ വന്ന യുവാക്കൾ സൗമ്യയുടെ കഴുത്തിൽ കിടന്നിരുന്ന 3.5 പവന്റെ മാല പൊട്ടിച്ചെടുത്ത് കുതിച്ചത്. വളവുകളും ഹമ്പുകളും ഒക്കെ നിറഞ്ഞ റോഡാണ്. പക്ഷേ സൗമ്യ വിട്ടില്ല. അവർക്ക് പിന്നാലെ വേഗത്തിൽ വച്ചുപിടിച്ചു. സിനിമയെ വെല്ലുന്ന തരത്തിലുള്ള ഒരു ഗംഭീര ചേസിംഗ് സീനായിരുന്നു അത്. പിറകെ വരുന്ന സ്ത്രീയെ കണ്ട് കള്ളന്മാരും ഒന്ന് ഞെട്ടി. നീയൊക്കെ എത്ര ദൂരെ പോയാലും മാല കിട്ടാതെ നിന്നെ ഒന്നും ഞാൻ വിടില്ല, സൗമ്യ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഇത് കേട്ട കള്ളന്മാർക്ക് സഹിച്ചില്ല. അവർ വേഗത കൂട്ടി. ഉച്ചത്തിൽ പുറകിൽ വന്ന സ്ത്രീയെ തെറി വിളിച്ചു. ഒടുവിൽ കല്ലുകടവിനടുത്ത് വെച്ച് ബൈക്കിന്റെ മുൻവശത്ത് സൗമ്യ സ്കൂട്ടർ ഇടിപ്പിച്ചു. ഇടിയുടെ ശക്തിയിൽ റോഡിലേക്ക് സൗമ്യ തെറിച്ചു വീണു. കള്ളന്മാരും വീണു. നാട്ടുകാരും ഓടിയെത്തി.
അവരുടെ സഹായത്തോടെ കള്ളന്മാരിൽ ഒരാളെ അപ്പൊ തന്നെ പിടികൂടി. പക്ഷേ മാല അയാളുടെ കയ്യിലല്ല ഉണ്ടായിരുന്നത്. പോലീസ് അന്വേഷണം ഏറ്റെടുത്തു. പെട്ടെന്ന് തന്നെ രണ്ടാമനെയും കണ്ടെത്തി. മാല സൗമ്യയ്ക്ക് തിരികെ ലഭിച്ചു. 2018 നടന്ന ഈ റിയൽ ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് 2022 എസ് സുരേഷ് ബാബുവിന്റെ തിരക്കഥയിൽ VK പ്രകാശ് സംവിധാനം ചെയ്ത സിനിമയാണ് ഒരുത്തി. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം നവ്യ നായർ അഭിനയത്തിലേക്ക് തിരികെ വന്നൊരു സിനിമ കൂടിയായിരുന്നു ഇത്. അധികം ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത ഈ സിനിമയിൽ നവ്യയുടെ പെർഫോമൻസ് തന്നെയാണ് പ്രധാന ഹൈലൈറ്റ്. അത് നവ്യ നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേരളത്തിൽ നടന്ന ചില റിയൽ ക്രൈം ഇൻസിഡൻസിനെ ബേസ് ചെയ്ത് വന്ന ക്രൈം ത്രില്ലർ സിനിമകൾ. ഇനിയും ഇത്തരം സിനിമകൾ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ.